إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്ന ജുമുഅ ജമാഅത്ത് നമസ്കാരങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി തർക്കമുള്ള വിഷയമാണ്. സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറുഭാഗം പറയുന്നത് അത് അനുവദനീയമാണ്, മതകാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച കാര്യമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ. മതത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നാം കൈക്കൊള്ളേണ്ടുന്ന നിലപാട് അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ
അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായി കഴിഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താണ് ചെയ്യേണ്ടത്? ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കുക. നിങ്ങൾ അല്ലാഹുവിലേക്കും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് എങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ദാലിക ഖൈർ, ഏറ്റവും ഉത്തമമായത് അതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മതകാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണമെന്ന് പറയുമ്പോൾ ഭിന്നിപ്പുണ്ടാകുന്ന വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൽപ്പിച്ചിരുന്ന ആ വിധി എന്താണ്? അതിലേക്കാണ് നമ്മൾ മടക്കേണ്ടത്. അത് സ്വീകരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ വിശ്വാസികളായ നമുക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാകാൻ പാടില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാഅകും അൻഹു ഫൻതഹു. നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊരു കാര്യത്തിൽ നിന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ മുഅ്മിനായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് മതത്തിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവും റസൂലും കൽപ്പിച്ചാൽ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്കൊരു ചോദ്യം, അതിനപ്പുറത്തേക്കൊരു പോകാൻ പാടില്ല. അത് അതുപോലെ അനുസരിക്കുക എന്നത് ഈമാനുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അത് അവർക്ക് നിർബന്ധമാണ് എന്നതാണ്. അങ്ങനെ അത് സ്വീകരിക്കാതെ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവർ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വീണ്ടും റബ്ബ് പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സിൽ യാതൊരു നിരക്കുമുള്ള വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അത് അതേപടി സ്വീകരിക്കുന്നത് വരെ, അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി തർക്കമുള്ള വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ, സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായ പരാമർശങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ
പൂർവികരായ മുൻ സമുദായങ്ങളിൽ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകൾ പള്ളികളിൽ വന്നിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂചനകൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ആ മറിയമിനോട് അല്ലാഹു പറയുന്നതായി കാണാം, യാ മറിയം ഖുൽതി ലിറബ്ബികി വസ്ജുദി വർഖഇ മഅർ റാഖിഈൻ. മറിയമേ, നീ നിന്റെ രക്ഷിതാവിനോട് ഭയഭക്തി കാണിക്കുകയും വസ്ജുദി സുജൂദ് ചെയ്യുകയും വർഖഇ തലകുനിക്കുകയും റുകൂ ചെയ്യുകയും മഅർ റാഖിഈൻ റുകൂ ചെയ്യുന്നവരുടെ കൂടെ നീ റുകൂ ചെയ്യുകയും ചെയ്യുക എന്നാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നത് തന്നെ പള്ളിയിലാണ്. ആ പള്ളിയിലാണ് മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാനും റുകൂ ചെയ്യാനും കൽപ്പിക്കുന്നത്. ഒറ്റക്ക് നിസ്കരിക്കാനല്ല പറയുന്നത്. മഅർ റാഖീൻ, റുകൂ ചെയ്യുന്നവരുടെ കൂടെ നിസ്കരിക്കാൻ. പള്ളികളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാനാണ് അല്ലാഹു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ ആയത്തിലൂടെ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, ഐ കൂനി മിൻഹും, അതായത് നീ അവരിൽ ഉൾപ്പെട്ടവരായി നിർവഹിക്കുക. ജമാഅത്ത് നമസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണമെന്നാണ്. മറ്റൊരു തഫ്സീർ കാണാം, അവർ ജമാഅത്തായി നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് തഫ്സീർ ഫൈദായിൽ കാണാം. പള്ളിയിൽ ജമാഅത്തായി സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ, അവർ നമസ്കരിക്കാൻ വരുന്നതിന് വിരോധമില്ല എന്നത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അതിന് തെളിവ് ലഭിക്കുന്ന കാര്യമാണ്. അത് പാടില്ല എങ്കിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിൽ വളരാൻ അല്ലാഹു സമ്മതിക്കുകയില്ല, അവർക്ക് വിലക്കുമായിരുന്നു. ഇനി മാത്രമല്ല, ഹദീസുകളിൽ പരിശോധിച്ചാൽ സ്ത്രീകൾ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമുഅയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. 5 നേരത്തെ നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമുഅയിൽ പങ്കെടുക്കുന്നതും സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അവർക്ക് പുരുഷന്മാരെ പോലെ അത് നിർബന്ധമുള്ള കാര്യമല്ല. സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനു ലഹുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകുവിൻ എന്നാണ്. ഇമാം ബുഖാരി സ്വഹീഹായ ഹദീസാണ്. വീണ്ടും കാണാം, ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസാജിദി ഫഅദനു ലഹുന്ന. നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ അനുവാദം നൽകണം. എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് രാത്രി പോകുന്നതിനാണ് അനുവാദം ചോദിച്ചതെങ്കിൽ പോലും അതിന് അനുവാദം നൽകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് മറ്റൊരു ഹദീസിൽ കാണാം, അദുനു ലിന്നിസാഇ ബില്ലൈലി ഇലൽ മസാജിദ്. നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ രാത്രിയിൽ അനുമതി നൽകുവീൻ. രാത്രിയിൽ പോലും അവർക്ക് അനുവാദം നൽകണം, അവർ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ. എന്നാൽ പുരുഷന്മാരെ പോലെ
5 വക്ത് ജമാഅത്തായി നമസ്കരിക്കാൻ അവരെ സംബന്ധിച്ച നിർബന്ധമല്ല. അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകണം, അത് തടയാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചു ജുമുഅക്കോ ജമാഅത്തിനോ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവളെ തടയാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് വ്യക്തമാക്കുന്നത്. അതാണ് മറ്റൊരു ഹദീസിൽ കാണാം, أن عبد الله بن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لا تمنعوا نساءكم. ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു. എന്താണ്? ലാ തംനഉ നിസാഅക്കും, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? ലാ തംനഉ, അവരെ തടയാൻ പാടില്ല എന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹി ഈ ഹദീസിനെ കൊണ്ടുവന്നത് തന്നെ ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്ന അധ്യായത്തിലാണ്. അങ്ങനെ ഒരു അധ്യായം തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇമാം നവവി റഹിമഹുല്ലാഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ശറഹിൽ വിശദീകരിച്ച് പറയുന്നതായി കാണാം, സ്ത്രീകൾ നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളികളിൽ പോവാം എന്നതാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ, 100 കണക്കിന് ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നതിനെ കുറിച്ച് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഭാര്യമാരെ ഭർത്താക്കന്മാർ തടയാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ നിർദ്ദേശം കാണാം, ഇദസ്തഅദനതി ഇംറഅതു അഹദികും ഇലൽ മസാജിദി ഫലാ തംനഅഹാ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ അവളെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ തടയും എന്നതുകൊണ്ട് അനുവാദം ചോദിച്ചാൽ പോകണ്ട എന്ന് പറയാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന മറ്റൊരു ഹദീസിൽ കാണാം, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ചാൽ അവരെ നിങ്ങൾ തടയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മറ്റൊരു മകനായ ബിലാൽ ഇബ്നു ഉമർ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം, വല്ലാഹി ലതംനഉന്ന, ഞാൻ അവരെ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഫഖാല ലഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു മകൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ തൊട്ട് നിങ്ങൾ പള്ളിയിൽ അവരെ തടയരുത് എന്ന് പറയുന്നു, എന്നാൽ നീയാകട്ടെ ഞാൻ തടയുമെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് എതിര് പറയുകയാണോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരനോട് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനോട് എതിര് കൽപ്പിക്കാൻ, എതിര് പറയാൻ ഒരു വിശ്വാസിക്ക് യാതൊരു നിലക്കുമുള്ള അർഹതയുമില്ല എന്നതാണ്. അത് അപ്പടി സ്വീകരിക്കുക എന്നതാണ്. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നി ലഅദ്ഖുലു ഫീ സ്വലാത്തി ഫഉരീദു ഇതാലതഹാ, അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഫസ്മഉ ബഖാ, ആ സമയത്താണ് കരച്ചിൽ കേൾക്കുന്നത്, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോ കുട്ടി കരയുന്നത് കാരണത്താൽ ആ മാതാവിന് വിഷമമുണ്ടാകുമെന്ന്, പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കി നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി എന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ അവരുടെ കുട്ടികളുമായി പള്ളിയിൽ വന്ന് നമസ്കരിച്ചു എന്നാണ്. ഇന്നത്തെ പോലെ നമ്മുടെ നാട്ടിലെ പള്ളിയെ പോലെയല്ല പ്രവാചകന്റെ പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുരുഷന്മാർ നിൽക്കുന്നതിന് നേരെ തൊട്ട് പിറകിൽ തന്നെ യാതൊരു മറയുമില്ലാതെയായിരുന്നു പ്രവാചകന്റെ
പള്ളിയിൽ സ്ത്രീകൾ വന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളിയാണെങ്കിലോ സ്ത്രീകൾക്ക് അവരുടേതായ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അടച്ചിട്ട റൂം തന്നെ അവർക്ക് നൽകുന്നു. അവിടെ പോലും വന്ന് നമസ്കരിക്കാൻ പാടില്ല എന്ന് ഫത്വ നൽകുന്ന പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത് ജൂദായിസമാണ് എന്ന ഫത്വയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പത്രങ്ങളിലൂടെ അവർ നൽകിയത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയ സ്ത്രീകൾക്കുള്ള അനുവാദം നൽകിയതിലൂടെ പ്രവാചകൻ ജൂദായിസത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നോ സഹാബികളും അവരുടെ ഭാര്യമാരും പള്ളിയിൽ പോയത് ജൂതന്മാരുടെ ശരീഅ അനുസരിച്ചായിരുന്നു എന്നോ നഊദു ബില്ലാഹ്. പ്രമാണങ്ങളിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. മാത്രമല്ല സഹോദരങ്ങളെ, സ്ത്രീകൾ പ്രവാചകന്റെ കാലത്ത് സുബഹി നമസ്കാരത്തിന് പോലും അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു വന്നതായി ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ നിന്ന് വന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം നിർവഹിക്കുന്ന വേളയിൽ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസികളായ സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കുന്ന രീതിയിലുള്ള വസ്ത്രം പുതച്ചുകൊണ്ട് പള്ളിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. മാത്രമല്ല എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവര് ثم يرجعن الى بيوتهن ما يعرفهن احد. അവര് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിന്നീട് അവർ അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആർക്കും അവരെ പരസ്പരം കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇരുട്ടുമൂടിയിരുന്നു എന്നാണ്. അപ്പൊ സുബഹിക്ക് വരുമ്പോ അതിനേക്കാൾ ഇരുട്ടുണ്ടാവും. തിരിച്ചു പോകുമ്പോഴോ ആ ഇരുട്ട് കാരണത്താൽ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു എന്നാണ്. പലപ്പോഴും ഹദീസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പൗരോഹിത്യം പറയാറുള്ളത് അത് വീടിനകത്തെ പള്ളിയാണ് എന്നാണ്. അകത്തെ പള്ളിയാണെങ്കിൽ എങ്ങനെ തിരിച്ചു പോകുമ്പോ ഇരുട്ടുണ്ടാവുക? വീട്ടിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകുമ്പോ ഇരുട്ടാണോ? അല്ലല്ലോ. പ്രമാണങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ കൃത്യമായി എങ്ങനെയാണോ സഹാബികൾ ഉൾക്കൊള്ളത് അതുപോലെയായിരിക്കണം. മാത്രമല്ല സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ ഇശാ നമസ്കാരത്തിന് ഹാജരാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രാത്രിയിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത്. അതായത് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ച് വരാൻ പാടില്ല. പള്ളിയിലേക്കെന്ന് മാത്രമല്ല, അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് അങ്ങാടികളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ സുഗന്ധം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. അത് അവരുടെ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ പറ്റും. ഒരു സ്ത്രീ അങ്ങനെയെങ്ങാനും പള്ളിയിൽ സുഗന്ധം ഉപയോഗിച്ചു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർ ജനാബത്തുകാരി കുളിക്കുന്നത് പോലെ ശുദ്ധിയായി കുളിച്ച് ആ നമസ്കാരം പിന്നീട് മടക്കി നമസ്കരിക്കണം. അതുവരെ അത് നമസ്കാരം സ്വീകരിക്കുകയില്ല. അങ്ങനെ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിഷയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല ഇനിയും ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ സ്വഫിന്റെ പുണ്യം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ പറയുകയാണ്, പുരുഷന്മാരുടെ സ്വഫിൽ ഏറ്റവും ഉത്തമമായത് ആദ്യത്തെ സ്വഫാണ്. ഏറ്റവും ഉത്തമമായ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഹൈറായ സ്വഫ് മുന്നിലെ ആദ്യത്തെ സ്വഫാണ്. എന്നാൽ പുണ്യം കുറഞ്ഞ സ്വഫ് അത് ബാക്കിലെ സ്വഫാണ്. ആദ്യത്തെ സ്വഫിന്റെ അത്ര പുണ്യമില്ല ബാക്കിന്. ഓരോ സ്വഫ് പോകുന്നതിനനുസരിച്ച് ബാക്കിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം കുറയും. എന്നാൽ സ്ത്രീകളുടെ സ്വഫിനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളുടെ സ്വഫ് അവരുടെ ഏറ്റവും ബാക്കിലെ സ്വഫിനാണ് പുണ്യം കൂടുതൽ, മുന്നിലെ സ്വഫിന് പുണ്യം കുറവാണ്. അവരുടെ സ്വഫിന്റെ ആ പുണ്യം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചതായി കാണാൻ സാധിക്കും. പലപ്പോഴും വീടാണ് ഉത്തമം എന്ന് പറയുന്ന ആളുകൾ, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ആളുകൾ, അവർ മനസ്സിലാക്കേണ്ട എന്താണ്? അതിനർത്ഥം പള്ളി നിഷിദ്ധമാണ് എന്നല്ല. പള്ളിയെക്കാളും ഉത്തമം സ്ത്രീകൾക്ക് വീടാണ്. ഏതുപോലെ പുരുഷന്മാർക്ക് ഒന്നാമത്തെ സ്വഫാണ് ഉത്തമം എന്ന് പറഞ്ഞ പോലെ
അതിനർത്ഥം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അവസാനത്തെയും സൊഫ് ഹറാമാണ് എന്നല്ല. അതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈർ വീടാണ്. എന്നാൽ സ്ത്രീ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തിന് വന്നാൽ പുരുഷന് ലഭിക്കുന്ന പോലെ 20 ഇരട്ടി പ്രതിഫലം അവർക്ക് കിട്ടും. ആ പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാൽ അതിനുള്ള പ്രതിഫലം കിട്ടും. പള്ളിയിലേക്ക് വരുന്നതിനുള്ള പ്രതിഫലം കിട്ടും. ഇതെല്ലാം സ്ത്രീകൾക്കും കിട്ടുമെന്നതാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായി കാണാൻ സാധിക്കും. ഇതിനെല്ലാം തള്ളിക്കൊണ്ടല്ലാതെ, നൂറുകണക്കിന് ഹദീസുകൾ തള്ളിക്കൊണ്ടല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ പള്ളികളെ നിഷിദ്ധമാക്കാൻ സാധിക്കില്ല. അല്ലാഹുവും പ്രവാചകനും ഒരു കാര്യം കൽപ്പിച്ചാൽ ഫലാ വറബ്ബിക്, പിന്നീട് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അത് സ്വീകരിക്കുക എന്നതായിരിക്കണം വിശ്വാസികളുടെ നിലപാട്. അങ്ങനെ പ്രമാണങ്ങളിൽ എന്താണോ പറഞ്ഞത്, ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലും എന്താണോ ഉള്ളത്, അത് അതുപോലെ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അത് സ്ത്രീ പള്ളി പ്രവേശനം മാത്രമല്ല, ഏത് വിഷയത്തിലും തർക്കമുണ്ടായാലും അങ്ങനെയാണ്. അതുപോലെ വിശ്വസിക്കുന്ന, അത് സ്വീകരിക്കുന്ന, സമീഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അത് സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച പോലെ പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകൾ അത്തരം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ നിബന്ധനകളുണ്ട്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തുകൾക്ക്, അതുപോലെ തന്നെ മറ്റ് ജമാഅത്തുകൾക്കെല്ലാം, പെരുന്നാൾ നമസ്കാരമാണെങ്കിലും ഗ്രഹണ നമസ്കാരമാണെങ്കിലും അതിനെല്ലാം അനുവദിച്ചിട്ടുള്ളത്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടല്ലാതെ പള്ളിയിലേക്ക് പോകുന്നത് അത് ഹറാമു തന്നെയാണ്, നിഷിദ്ധം തന്നെയാണ്. മാന്യമായ വസ്ത്രം ധരിക്കാതെ, അതുപോലെ തന്നെ അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് പോകുന്ന, പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ, ഇതൊക്കെ നിഷിദ്ധമായതാണ്. അങ്ങനെയൊന്നും പള്ളിയിൽ പോകാൻ പാടില്ല. എന്നാൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം സ്ത്രീ പള്ളിയിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പള്ളി എന്ന് മാത്രമല്ല, പുറത്തേക്ക് എവിടെ പോയാലും ഈ പറഞ്ഞ നിഷിദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്യപുരുഷന്മാർക്കിടയിൽ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധങ്ങൾ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു റസൂലിന്റെ ഹദീസിൽ കാണാം, ഇദാ ശഹിദത ഹിദാകുന്നൽ മസാജിദി ഫലാ തമസ്സത് തീബൻ. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ ഹാജരാകുകയാണ് എങ്കിൽ, പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ അവൾ സുഗന്ധം പൂശാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സുഗന്ധം പൂശിയാണ് വരുന്നത് എങ്കിൽ ആ നമസ്കാരം പോലും ബാത്തിലാണ്. ഇനി സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ നിഷിദ്ധമാണ് എന്ന് ഫത്വ കൊടുക്കുന്ന പൗരോഹിത്യം, പണ്ഡിത വേഷധാരികളായ ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീ പള്ളിയിൽ പോയി ജുമുഅ ജമാഅത്ത്, അതുപോലെയുള്ള പെരുന്നാൾ നമസ്കാരങ്ങൾ, അതിനെല്ലാം പങ്കെടുക്കണമെന്നതിന് ധാരാളക്കണക്കിന് തെളിവുകളുണ്ട്. 100-ലധികം തെളിവുകൾ കൊണ്ട് അത് സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു എന്ന് വരാൻ
തെളിവിന് 100-ൽ പരം ഹദീസുകൾ വേണ്ടതില്ല. ഒരൊറ്റ ഹദീസ് മതി. ഒരു ഹദീസ് സഹീഹായി വന്നാൽ അല്ലെങ്കിൽ ഒരു ആയത്തുണ്ടായാൽ അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അങ്ങനെ 100-ൽ പരം ഹദീസുകൾ ഒരു കാര്യത്തെയാണ് പണ്ഡിതന്മാർ തെളിവിന് കൊള്ളില്ല, അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്നൊക്കെ വിധി പറയുന്ന ആളുകൾ കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം ഹറാമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം പണ്ഡിതന്മാർ ചിന്തിക്കേണ്ടത് തന്നെയാണ്. മതത്തിൽ ഒരു കാര്യം ഹറാമും ഹലാലും വിധിക്കുവാനുള്ള ആ അനുവാദം, അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്, നമുക്കാർക്കും നൽകിയിട്ടില്ല. അള്ളാഹു അനുവദിച്ചതും അള്ളാഹു നിഷിദ്ധമാക്കിയതും എന്താണോ അത് അതുപോലെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇനി സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് വിധി പറയുമ്പോൾ ഈ വിഷയത്തിലെ അനവധി തെളിവുകൾ മറച്ചു വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അവതരിപ്പിച്ച തെളിവുകളെ മറച്ചു വെച്ചുകൊണ്ട് ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവം അത് പേറേണ്ടവരെല്ലാ വിശ്വാസികൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സ്വഭാവമാണ് അള്ളാഹു ഒരു കാര്യം വിധി കൽപ്പിച്ചാൽ അതിനെ മറച്ചു വെക്കുക എന്നത്, അതിനെതിരെ പ്രവർത്തിക്കുക എന്നത് അവരുടെ സ്വഭാവമായിട്ടാണ്. അള്ളാഹു അവതരിച്ചിട്ടുള്ള കാര്യത്തിൽ ചിലതിൽ വിശ്വസിക്കുകയും ചിലത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 285-ാമത്തെ വചനത്തിൽ, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയും ചെയ്യുന്നു. അതായത് അവർക്ക് തോന്നിയത്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ സ്വീകരിക്കും, അവർക്ക് പ്രയാസകരമായത് അത് അവർ ഒഴിവാക്കും. ആ സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അള്ളയും റസൂലും പറഞ്ഞാൽ അത് മുഴുവനും അതുപോലെ സ്വീകരിക്കുക എന്ന സ്വഭാവമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു അനുവദിച്ചതിനെ വിരോധിക്കുകയും അള്ളാഹു അനുവദിച്ചതിനെ വിരോധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിനെ അനുവദിക്കുകയും ചെയ്യുക എന്നത് അത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഏർപ്പാടായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്. സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് വിധി പറയുമ്പോൾ അത് ആരുമായിട്ടാണ് സാമ്യപ്പെടുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളി ഹറാം എന്ന് 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും പരിചയമില്ലാത്ത വാദമാണ്. ആ ഒരു മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം റമളാനിൽ പള്ളിയിൽ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകന് ശേഷം പിന്നെ വഹിയില്ലല്ലോ. അങ്ങനെ അത്രമാത്രം അവർ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്നു. അത് അനുവാദം നൽകിയ കാര്യമാണ്, എന്നാൽ അവർക്ക് നിർബന്ധമില്ല. അനുവാദം ചോദിച്ചാൽ നിഷിദ്ധമാണ് എന്ന് ഫത്വ കൊടുക്കാൻ, അത് ദൂതായുസമാണ് എന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങളുള്ളത് അതുപോലെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങളെ തള്ളി സ്വന്തം ബുദ്ധിയെയും അതുപോലെ നാട്ടാചാരങ്ങളെയും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ഭയാനകമായ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, പ്രയാസങ്ങൾ ധാരാളം അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന